ലൈഫ് ട്യൂൺ മീഡിയ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വാഹനാപകടത്തിൽ മരിച്ച വീട്ടമ്മയുടെ മക്കൾക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച കേസിൽ അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ശ്രദ്ധ ക്ഷണിച്ചത്. സ്ത്രീകളുടെ വീട്ടുജോലിയെ ഒരിക്കലും വില കുറച്ചു കാണരുത്. ഭർത്താവിൻ്റെ ഓഫീസ് ജോലിയുടെ മൂല്യത്തേക്കാൾ ഒട്ടും കുറവല്ല ഭാര്യയുടെ വീട്ടുജോലി. വീട്ടമ്മമാരുടെ കഠിനാധ്വാനത്തിനും ചെയ്യുന്ന സേവനത്തിനും സാമ്പത്തിക മൂല്യം നിശ്ചയിക്കുന്നത് വളരെയേറെ പ്രയാസകരമാണെങ്കിലും അപ്പേരിൽ ആ ജോലിയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ലെന്ന് ജസ്റ്റിസ് രമണ, ജസ്റ്റിസ് അബ്ദുൽ നസീർ, ജസ്റ്റിസ് സൂര്യകാന്ത് എന്നിവരടങ്ങുന്ന ബെഞ്ച് ഉണർത്തി. വീട്ടമ്മമാർ ചെയ്യുന്ന ജോലികളുടെയും സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മൂല്യം കണക്കാക്കിയാകണം വാഹനാപകട കേസിലും സമാന കാര്യങ്ങളിലും കോടതികൾ അവരുടെ സാങ്കല്പിക വരുമാനം നിശ്ചയിക്കേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെടുന്നു. 2011 സെൻസസ് പ്രകാരം 159.85 ദശലക്ഷം വരും വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം. 5.79 ദശലക്ഷം മാത്രമാണ് വീട്ടുജോലി ചെയ്യുന്ന പുരുഷന്മാർ. 299 മിനിറ്റാണ് കൂലിയൊന്നുമില്ലാതെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വീട്ടമ്മ ചെലവിടുന്നത്. അതേസമയം പുരുഷന്മാർ ചെലവിടുന്നത് 97 മിനിറ്റ് മാത്രമാണെന്നും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട ഇന്ത്യയിലെ സമയത്തിൻ്റെ ഉപയോഗം 2019 എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് രമണ പറഞ്ഞു. ഭക്ഷണം പാകം ചെയ്യൽ, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങൽ, വീടും വസ്ത്രവും വൃത്തിയാക്കൽ, വീടും ചുറ്റുവട്ടവും പരിപാലിക്കലും അലങ്കരിക്കലും, വീടുമായി ബന്ധപ്പെട്ട ചെറിയ അറ്റകുറ്റപ്പണികൾ, കുട്ടികളെ വളർത്തൽ, പ്രായമായവരെ പരിപാലിക്കൽ തുടങ്ങി വീട്ടമ്മമാർ ചെയ്യുന്ന ജോലികൾ നിരവധിയാണ്. എന്നിട്ടും അവർ ജോലി ചെയ്യുന്നില്ലെന്നും കുടുംബത്തിൻ്റെ സാമ്പത്തിക മൂല്യം ഉയർത്തുന്നില്ലെന്നുമാണ് കാലങ്ങളായുള്ള സങ്കല്പം. അത് തിരുത്തേണ്ടതാണെന്നും ജസ്റ്റിസ് രമണ ഉണർത്തുന്നു. വീട്ടമ്മമാരുടെ ജോലിക്ക് കുടുംബനാഥനോ സമൂഹമോ പരിഗണന നൽകാത്തതിനെതിരെ മറ്റൊരു വാഹനാപകട കേസിൽ ബോംബെ ഹൈക്കോടതിയും പ്രതികരിച്ചിരുന്നു. സമയം നോക്കാതെ ഒറ്റ ദിവസം പോലും അവധിയെടുക്കാതെ ജോലി ചെയ്യുന്നവരാണ് വീട്ടമ്മമാർ. മാസശമ്പളം കിട്ടുന്നില്ലെന്നതിനാൽ അവരുടെ അധ്വാനത്തെ ജോലിയായി ആരും പരിഗണിക്കാറില്ലെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ബോംബെ ഹൈക്കോടതിയിലെ നാഗ്പൂർ ബെഞ്ചാണ് അഭിപ്രായപ്പെട്ടത്. ഒരു വീട്ടമ്മ നൽകുന്ന സേവനങ്ങളും കുടുംബത്തിന് അവർ നൽകുന്ന സംഭാവനകളും പൂർണ്ണമായി കണക്കാക്കാനാകില്ലെന്നും ഏറെ വിലപ്പെട്ടതാണ് കുടുംബത്തിൽ വീട്ടമ്മയുടെ സ്ഥാനമെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കിലോർ ചൂണ്ടിക്കാട്ടി. ആരാണ് വീട്ടമ്മ? അതിനൊരു വ്യക്തമായ നിർവചനമില്ല. അതെപ്പോഴും ഭാര്യയായിരിക്കണമെന്നില്ല. മാതാവ്, സഹോദരി, പെൺമക്കൾ എന്നിങ്ങനെ പലരുമാകാം. ആരായാലും വീടിന് പുറത്തുപോയി പുരുഷന്മാർ ചെയ്യുന്ന ജോലികളേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നു വീട്ടിലും പരിസരത്തുമായി വീട്ടമ്മമാർ. ഫാക്ടറികളിലെയും ഓഫീസുകളിലെയും ജോലി 6-7 മണിക്കൂറാണെങ്കിൽ വീട്ടമ്മമാരുടെ ജോലിക്ക് സമയപരിധിയില്ല. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും താൽപ്പര്യങ്ങൾ മാനിച്ച് ആരുടെയും മുഖം വീർപ്പിക്കാൻ അവസരം സൃഷ്ടിക്കാതെ കൈയും കാലും കണ്ണും കാതും നിരന്തരം അധ്വാനിക്കേണ്ടി വരുന്നതുകൊണ്ട് ഒരു മാഭിനിയിലും അളക്കാൻ കഴിയാത്തതാണ് ഇവരുടെ ജോലി. അടിമയുടെ സ്ഥാനമാണ് ചില കുടുംബങ്ങളിൽ വീട്ടമ്മക്ക്. അടിമച്ചങ്ങല അണിയിക്കുന്നില്ലെങ്കിലും ഭർത്താവ്, കുട്ടികൾ, ബന്ധങ്ങൾ, സമൂഹം എല്ലാം ചേർന്ന് അവർക്ക് വിലങ്ങ് തീർക്കുന്നു. വീട്ടുജോലികൾ സമയബന്ധിതമായി നിർവഹിച്ചില്ലെങ്കിൽ ശകാരവും ചിലപ്പോൾ മർദ്ദനവും ഏൽക്കേണ്ടി വരും. മുൻ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി കൃഷ്ണ തിരാദിൻ്റെ ഭാഷയിൽ എല്ലാ വീട്ടമ്മമാരും മുഴുസമയ തൊഴിലാളികളാണ്.
ഇടവേളകളില്ലാതെ വിവിധ ജോലികളിൽ പൂർണ്ണസമയം വ്യാപൃതമായിരിക്കുന്ന ഇവരുടെ ജീവിതം ദുസ്സഹമാണ്. പനി ബാധിച്ചാലും മഴ പെയ്താലും വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും വിശ്രമമില്ല. വീട്ടുകാർ പട്ടിണിയിലാകാതിരിക്കാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവർ ജോലികൾ തീർക്കുന്നു. കാനേഷുമാരി കണക്കുകളിൽ ഇവരുടെ ജോലി സ്ഥാനം പിടിക്കുന്നില്ല. വീട്ടമ്മയെ തൊഴിൽരഹിതയായാണ് അടയാളപ്പെടുത്തുന്നത്. ഈ അവസ്ഥ മാറണം. തങ്ങളുടെ അധ്വാനത്തിൻ്റെ അംഗീകാരം അവർക്ക് ലഭിച്ചേ തീരൂ. 2013 ട്രൈബ്യൂൺ പത്രവുമായുള്ള ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. വീട്ടമ്മയ്ക്ക് വേതനം നിശ്ചയിക്കണമെന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് അടുത്ത കാലത്തായി. 2013 സെപ്റ്റംബർ 17-18 തീയതികളിൽ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് വിളിച്ചു ചേർത്ത സംസ്ഥാനതല മന്ത്രിമാരുടെ യോഗം ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. എന്നാൽ വേതനത്തേക്കാളേറെ അംഗീകാരവും ആദരവുമാണ് വീട്ടമ്മമാർക്ക് ആവശ്യം. ബന്ധങ്ങളുടെ വൈകാരിക ഇഴയടുപ്പമാണ് വേതനത്തേക്കാൾ അവരെ കൂടുതൽ സംതൃപ്തരാക്കുന്നത്. സുരക്ഷയും സ്നേഹവും പാരസ്പര്യവുമാണ് മറ്റെന്തിനേക്കാളും അവർ ആഗ്രഹിക്കുന്നത്. താൻ പുറത്തുപോയി ചെയ്യുന്ന ജോലിയോളം തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ വിലപ്പെട്ടതാണ് തൻ്റെ ഭാര്യ അടുക്കളയിൽ നിർവഹിക്കുന്നതെന്ന് സമ്മതിക്കാനുള്ള സന്മനസ്സും അവരുടെ സേവനത്തെ പ്രശംസിക്കാനുള്ള ഹൃദയവിശാലതയും ഗൃഹനാഥൻ കാണിക്കണം. ഒരു വ്യക്തിയെന്ന നിലയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങളാണ് ഭരണഘടന നൽകിയത്. കുടുംബത്തിനുള്ളിലും ഇത് പുലർന്നു കാണണം. സ്ത്രീകൾ വീട്ടുജോലികൾ ഭംഗിയായി ചെയ്യുന്നത് കൊണ്ടാണ് പുരുഷന്മാർക്ക് ആദികളില്ലാതെ ജോലിക്ക് പോകാനും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സാധിക്കുന്നത്. അനിവാര്യമായും സമൂഹത്തിലും കുടുംബനാഥന്മാരിലും ഉണ്ടാകേണ്ട ഈ ബോധ്യത്തിലേക്കും തിരിച്ചറിവിലേക്കുമുള്ള ഒരു ഉണർത്തൽ കൂടിയാണ് സുപ്രീം കോടതിയുടെയും ബോംബെ കോടതിയുടെയും മേൽനിരീക്ഷണങ്ങളിൽ.